പ്രിൻസ് കുഞ്ഞ് വന്നോ? എത്ര നേരമായിട്ട് ശാലുമോട് കാത്തിരിക്കുന്നു. ശാലിനി, ഇനി ഒരിക്കലും നമ്മൾ തമ്മിൽ കണ്ടുമുട്ടില്ലെന്ന് വിചാരിച്ചു അല്ലേ? ആ മഞ്ഞത്ത് കിടന്ന് ഞാൻ മരിച്ചെന്ന് കരുതിയോ? ഇനിയുള്ള രംഗങ്ങൾ ഭീകരാക്കാൻ വേണ്ടിയാ 5 മുതൽ ശാലിനി ആയത്. നേരെ എത്രയായെന്ന് അറിയോ? നിർത്തുപാല, നീ അവിടെ ഇരിക്കൂ. രക്ഷിച്ചിട്ട് പൊട്ടിക്കല്ലേ. ഈ ചെക്കൻ എന്താ അവന്റെ പേര്? മോഹൻലാൽ. മോഹൻലാൽ. അവൻ ആ പെണ്ണിനെ കെട്ടുവെന്നറിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. നീ പോയി കിടന്നോളൂ. ഞാൻ പോയി കിടന്നോളാം. അമ്മ ഈ മരുന്ന് കഴിക്ക്. ഞങ്ങൾക്ക് ഒരുപാട് സംസാരിക്കാൻ കുഞ്ഞാളെ കണ്ടതല്ലേ. കുടിച്ചു മോനെ. മോനു മോളെ, മോൻ പാലേ കുടിക്കുന്നില്ല, ഒരേ നിർബന്ധം. മോനു, മോന് അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്ന നോക്കിക്കേ. കാമധേനു. എനിക്ക് എന്റെ കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ഗുണത്തിൽ മുന്നിലും ഏത് സമയത്തും സുലഭവുമായ കാമധേനുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാൽപുഞ്ചിരിയുടെ രഹസ്യം കാമധേനു. ആധുനിക സാങ്കേതിക മികവോടെ പാക്ക് ചെയ്യപ്പെടുന്ന ശുദ്ധമായ പശുവിൻ പാൽ. എല്ലാ പോഷകങ്ങളും അടങ്ങിയതാണ്. കാമധേനു. ആ കുന്തോ നമർത്തു. ആ കുട്ടി ഒന്നും കൂടി കാണട്ടെ. ലക്ഷ്മി, ഏതായി കുട്ടി? എവിടെയോ കണ്ട പോലെ. ആ, ഇത് കൃഷ്ണേട്ടന്റെ മോള് ലേഖയാ. കുട്ടിയായിരുന്നപ്പോ കണ്ടതാ. ഇവൾക്ക് എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലമ്മേ. അപ്പോ ആ കൊച്ചുകുട്ടിയോ? അത് പരസ്യത്തിന് വേണ്ടിയുള്ളതല്ലേ അച്ഛമ്മേ. മോഡൽ. മോഡൽ അല്ലടാ, മോഡൽ. മലയാളം വാക്ക് തിരുത്തിയാ മതി. ഇത് ഇംഗ്ലീഷ് വാക്കാ. മോഡൽ എന്ന് തന്നെ. നീ അതൊന്ന് ഓടിക്കടാ. കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ആധുനിക സാങ്കേതിക മികവോടെ അവൾ ആ പാക്ക് കുട്ടിയെ ചെയ്യപ്പെടുന്ന പൊന്നു പോലല്ലേ നോക്കണത്? ശുദ്ധമായ പശുവിൻ പാൽ. ബാലൻ ഇവള് മതി. അടങ്ങിയതാണ്. നല്ല ചേലുള്ള പെണ്ണ. വീട്ടമ്മമാർക്കും ലക്ഷ്മിയെ പോലെ തന്നെ നല്ല സ്ത്രീയുള്ള മുഖം. അതൊന്നും വേണ്ടമ്മേ. ടൗണിലൊക്കെ വളർന്നതല്ലേ. പരിഷ്കാരിയാണെങ്കിലോ? ബാലിന് നല്ല ചേർച്ചയായിരിക്കും. പോരാത്തതിന് മുറപ്പെണ്ണ്. എനിക്ക് വേണ്ട. നീ അല്ലത് നിശ്ചയിക്കണത്. എനിക്കിനി സിനിമ കാണണ്ട. ശ്രീധര, നാളെ തന്നെ കൃഷ്ണന്റെ അടുത്ത് പോയി ഈ കുട്ടിയുടെ ജാതകം ഒന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഇവളാ ഈ വീട്ടിലെ മരുമകൾ. ഞാനെന്തു പറയാനാ? ലേഖ ബാലന്റെ മുറപ്പെണ്ണ്. ചോദിച്ചു വന്നിരിക്കുന്നത് അമ്പാടിക്കാര്, പറഞ്ഞയക്കുന്നതോ ലക്ഷ്മിയുടെ അടുത്തേക്ക്. അതിനെന്തിനാ എന്റെ സമ്മതം? നീ വിളിച്ചിറക്കിക്കൊണ്ട് പോണം. ജോത്സ്യനെ വിളിച്ച് ജാതകം വരെ ഗണിച്ചു. നല്ല പൊരുത്തം. ഇപ്പോഴും ഈ പരിപാടി ഒന്നും അവസാനിപ്പിച്ചിട്ടില്ലല്ലേ? ഏട്ടൻ ഇതൊക്കെ തമാശയാ. കൃഷ്ണേട്ടൻ അറിയാലോ, അമ്മ നിശ്ചയിച്ചാ മാറുന്ന പ്രശ്നമില്ല. ഈ മാസത്തിൽ തന്നെ നടത്തണമെന്ന് ഒറ്റ വാശിയിലാ. അതിനെന്താ, നടത്താലോ. എന്താ തടസ്സം? എന്തിനാ ഏട്ടാ അവളെ മോഡലിങ്ങിനൊക്കെ അയക്കണത്? അതെ, അവൾക്ക് അതിലാണ് ഇൻട്രസ്റ്റ്. കല്യാണം കഴിഞ്ഞിട്ട് അവള് മോഡലിങ്ങിന് പോണോ വേണ്ടേന്നൊക്കെ നിങ്ങൾ തീരുമാനിച്ചാ മതി. ഞാൻ ഇപ്പൊ തന്നെ ബാംഗ്ലൂർക്ക് വിളിക്കാം. അവള് വരട്ടെ. ആ, Lega, a call for you. Hello? Oh, Daddy-യാ? എന്താ ഡാഡി അത്യാവശ്യം?
മസ്റ്റാണോ? ശരി, ഞാൻ നാളെ തന്നെ എത്തിയേക്കാം. ഓക്കെ, ബൈ. ഡാഡി അർജന്റായി വരണം എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയി. മന്ത്ലി ചെക്കപ്പ് ഒന്നും ഡാഡി തെറ്റിക്കുന്നില്ല. ഹാർട്ട്, കൊളസ്ട്രോള്, ഷുഗർ, BP എല്ലാം കൃത്യമായിട്ട് തന്നെ നോക്കുന്നുണ്ട്. അപ്പോഴല്ലേ മനസ്സിലായത് വാട്ട്? BP അല്പം കൂടുതലാണെന്ന്. അതിന് ഡാഡി മരുന്നൊന്നും കഴിക്കാറില്ലേ? മരുന്നുകൊണ്ടൊന്നും മാറില്ല മോളെ. അത് മാറണമെങ്കിൽ എന്റെ മോള് വിചാരിക്കണം. യെസ്, ഇറ്റ്സ് അബൌട്ട് യുവർ ലൈഫ്. ഇൻഫാക്ട് ഞാൻ അതേക്കുറിച്ച് സീരിയസ് ആയിട്ടൊന്നും ആലോചിച്ചിരുന്നില്ല. ഇതിനൊക്കെയാണ് അമ്മ വേണമെന്ന് പറയുന്നത്. കളിയും തമാശയായിട്ട് ദിവസങ്ങൾ പോകുന്ന അറിയില്ല. ലക്ഷ്മി ഒന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ഓർത്തത്. ഓ, ആന്റി വന്നിരുന്നോ? വന്നു, ഒരു ഗുഡ് ന്യൂസുമായിട്ട്. അത് കേട്ടത് മുതൽ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്താ ഡാഡി? യുവർ മാരേജ് അത് ഈ മാസം തന്നെ നടത്തണം. നോ ഡാഡി, അതെനിക്ക് ഇഷ്ടമല്ല. വൈ? അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. നൗ ഐ ആം ആക്റ്റീവ്ലി ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊഫഷൻ. പ്ലീസ് ഡാഡി, ലീവ് മീ. ആരാണ് ചെറുക്കൻ, എവിടെ നിന്നുള്ള പ്രപ്പോസലാണിത് എന്നൊന്നും അറിയാതൊരു തീരുമാനം എടുത്താലോ? ആരായാലും എനിക്കിപ്പോ കല്യാണം വേണ്ട. മോളെ, നിന്റെ വാശിക്ക് ഡാഡി എന്ന് സമ്മതിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ ഇക്കാര്യത്തിൽ നീ എന്നെ അനുസരിക്കണം. ഭാഗ്യം നമ്മളെ തേടിയെത്തിയിരിക്കുക. അത് തട്ടിത്തെറിപ്പിക്കുന്നത് ബുദ്ധിയല്ല. ലുക്ക്, യു ആർ ലക്കി. അന്യരൊന്നുമല്ല, നിന്റെ ബാലേട്ടന്. അമ്പാടിയെ കുറിച്ച് നിനക്കറിയാലോ. ഇറ്റ്സ് എ ഹെവൻ. അതൊക്കെ എനിക്കറിയാം. അവരൊക്കെ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ കല്യാണം കഴിക്കണമെന്ന് എനിക്കിവിടെ തോന്നട്ടെ ഡാഡി. വെറുതെ ചൈൽഡിഷ് ആയിട്ട് സംസാരിക്കരുത്. ബട്ട് ഡാഡി, മൈ മോഡലിംഗ്. ത്രോ ഇറ്റ് ഐ സേ. ഞാൻ അങ്ങോട്ട് അന്വേഷിച്ച് പോയതൊന്നുമല്ല. അവര് താല്പര്യപ്പെട്ടു വന്നതാ. നിനക്കറിയാമോ, എനിക്ക് ആ കുടുംബത്തോട് ഏറെ കടപ്പാടുണ്ട്. പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാലത്ത് എന്നെ ആ വീട്ടിലെ കാരണവർ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഒരു തരി സ്വർണോ പണോ ചോദിക്കാതെയാ ലക്ഷ്മി അവർ കൈനീട്ടി സ്വീകരിച്ചത്. യെസ്, ദേ ആർ ഗ്രേറ്റ്. അങ്ങനെയുള്ളവർ എന്നോട് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ എന്തു പറയണം? എന്റെ മോൾക്ക് കല്യാണത്തിന് ഇഷ്ടമല്ലെന്നോ? നോ, നെവർ. അവരെ ആക്ഷേപിക്കാൻ എനിക്കാവില്ല. യു ഹാവ് ടു മാരി ഹിം. ഇറ്റ്സ് ഫൈനൽ. ആ, അവിടുത്തെ മുത്തശ്ശിക്ക് നിന്നെ കാണാൻ തിടുക്കമായി. നീ നാളെ അവിടെ പോകുന്നു. ഹലോ, മുത്തശ്ശി, മുത്തശ്ശി. എന്താ അമ്മൂട്ടി? കുട്ടി ഏതാ? എന്താ നാവില്ലേ? ആരാന്ന്? മുത്തശ്ശി, ഇത് ഞാനാ, ലേഖ. മോളാകെ മാറിപ്പോയിരിക്കണു. ടിവിയിൽ കണ്ടതുപോലെ തന്നെ അല്ലടി. സുന്ദരി കുട്ടി, കണ്ണു തട്ടും. ലേഖയ്ക്ക് എന്നെ മനസ്സിലായോ? ശാരദാന്റെ അല്ലേ? ആ, ഞാനോ? അറിയാം, സാവിത്രി ആന്റി. എനിക്ക് എല്ലാരെയും അറിയാം. ലക്ഷ്മി എവിടെ? സാവിത്രി മോള് ഒന്നു പറയൂ. ആ, ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ആ, ഞാനും വരാം. ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. നല്ല ചോണ കുട്ടി. ഇനി ഇത് അങ്ങോട്ട് വേഗം നടത്തണം. കഴിക്കാൻ ഇത്രയും മടിയൻ. ആന്റി. കൃഷ്ണേട്ടൻ വന്നില്ലേ? ഇല്ല, ഞാൻ ഒറ്റയ്ക്കാ. ഇവിടെ എല്ലാവരും കുട്ടിയെ കാത്തിരിക്കുക. തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു. ബാലേട്ടൻ എവിടെ ആന്റി? അവിടെ ഉണ്ടല്ലോ. കാണാൻ തിടുക്കമായിരിക്കല്ലേ? വാ.
ബാലേട്ടന് അല്പം ഗൗരവം കൂടിയ പോലെ. അധ്യാപകനല്ലേ, അല്പസ്വല്പം ഗൗരവമൊക്കെ കാണിച്ചില്ലെങ്കിൽ പിള്ളേര് തലേ കയറിയിരിക്കും. ആഹാ, അപ്പൊ ക്ലാസ്സില് വളരെ സീരിയസാ. അന്വേഷിച്ച് നോക്ക്. ബാലൻ മാസ്റ്റർ ക്ലാസ് എന്ന് പറഞ്ഞാ കുട്ടികളുടെ മുട്ട് പറയ്ക്കും. കല്ല് വെച്ച് നുണ. എനിക്കറിയില്ലേ ബാലേട്ടനെ, ആള് പാവാണെന്ന്. നീ കണ്ട ബാലേട്ടനല്ല ഇന്ന്. അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. പിന്നെ എന്താ സംശയമുണ്ടോ? ഒരു കോൺട്രവേഴ്സിക്ക് ഞാനില്ല. അതൊക്കെ പോട്ടെ ബാലേട്ടാ, പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്താ നാട്ടിൽ തന്നെ കൂടിയത്? നല്ലൊരു ജോലി എവിടെയെങ്കിലും നോക്കായിരുന്നില്ലേ? നല്ല ചോദ്യം. ഇവിടുന്ന് പോകാൻ സമ്മതിച്ചിട്ട് വേണ്ടേ? പിന്നെ എനിക്കും ഹോം സിക്നെസ് ഉണ്ട്. ഇവിടം വിട്ട് പോകാൻ മനസ്സ് വരുന്നില്ല. താമസിയാതെ ലേഖയ്ക്കും ഇതേ അഭിപ്രായമായിരിക്കും. ആ, ബാലേട്ടന് ഓർമ്മയുണ്ടോ ഒരു ഓണത്തിന് ഞാൻ ഇവിടെ വന്നത്? കൊള്ളാം. കുളത്തിൽ മുങ്ങാങ്കുഴി ഇട്ടതും ഊഞ്ഞാലിന് വേണ്ടി എന്നോട് വഴക്കിട്ടതും ഒക്കെ മറക്കാനൊക്കൂ? ആ ബാലേട്ടാ, ഇപ്പോഴോ ആ കുന്നിക്കുരുന്റെ മരം? ഊഞ്ഞാലും ഉണ്ട് അതേപടി. പക്ഷേ കുന്നിക്കുരു പറക്കാനും ഊഞ്ഞാലിന് വേണ്ടി വഴക്കിടാനും കുട്ടികളില്ലാന്നേ ഉള്ളൂ. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിയടിക്കാം. ഇപ്പൊ തന്നെ ചെറിയമ്മമാർ എന്നെ വാരാൻ തുടങ്ങി. ഇനി പറമ്പിൽ കൂടെ നമ്മൾ സൊറ പറഞ്ഞു നടക്കുന്നൂടെ കണ്ടാ പിന്നെ കളിയാക്കട്ടെ, വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ. വാ ബാലേട്ടാ വാ. വരാം വരാം വരാം. ചെരുപ്പ് എന്നിട്ടോട്ടെ. കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റ് ആണല്ലോ ബാലേട്ടാ. അതാണ് അമ്പാടിയിലെ പ്രത്യേകത. ഏതായാലും ഇപ്പൊ എനിക്ക് എന്തൊരു റിലീഫാ. അറിയാത്ത ഏതെങ്കിലും ഒരു പെണ്ണ് വന്ന് ഈ വീട്ടിലെ സ്വസ്ഥത നശിപ്പിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. ഇപ്പോഴും മനസ്സിലാകാത്തത് ലേഖയുള്ളപ്പോ ഞാൻ എന്തിനാ വേറെ പെണ്ണ് അന്വേഷിച്ച് നടന്നതെന്നാ. സ്കൂള് വിട്ട ശേഷം ലേഖയുടെ ഒരു വിവരം ഉണ്ടായില്ല. അതൊരകൽച്ചയായി പോയി. തീയതിയൊക്കെ നിശ്ചയിച്ചു അല്ലേ? ദേഹമ്മക്കാരെ വരെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ചെറിയച്ചന്മാർ ഇപ്പോഴേ നെട്ടോട്ടത്തില്. നിലത്ത് നിർത്തുന്നില്ല മുത്തശ്ശി. ചെറിയമ്മമാരാണെങ്കിൽ തുണി ആര് സെലക്ട് ചെയ്യുമെന്നുള്ള മത്സരത്തില്. ഇത്രയൊക്കെ ഒരുക്കങ്ങൾ ഉണ്ടായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു. അതെന്താ? പെണ്ണിന്റെ സമ്മതം. ലേഖയ്ക്ക് എന്നെ ഇഷ്ടമായില്ലേ? എന്താ ബാലേട്ടാ, ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം ബാലേട്ടന് എന്താ ഒരു കുറവ്? അതൊന്നുമല്ല. പിന്നെ അത് ചോദിക്കരുത്. ബാലേട്ടൻ വിഷമിക്കണ്ട. ഒരുക്കങ്ങളൊക്കെ നടന്നോ? ഫിക്സ് ചെയ്ത മുഹൂർത്തത്തിൽ തന്നെ കല്യാണവും നടക്കും. പെണ്ണിന് മാത്രമേ മാറ്റണ്ടാവൂ. ബാലേട്ടൻ എന്താ പെണ്ണ് കിട്ടില്ലേ? വേണമെങ്കിൽ ഞാൻ അന്വേഷിക്കാം. ശരി, ലേഖ സമാധാനമായിട്ട് പോയിക്കോളൂ. ഞാൻ നിർബന്ധിക്കില്ല. പോരെ? അമ്മേ, മാമ്പറ്റയിലെ വാസ്തവൻ നമ്പൂരിക്ക് അഡ്വാൻസ് കൊടുത്തു. ഇനി സദ്യക്കുള്ള ലിസ്റ്റ് ഏൽപ്പിക്കണം. പായസം 4 കൂട്ടം വേണം. വാസുദേവന്റെ ദേഹം എങ്ങനെയാ മാധവ? അയ്യോ, വാസുദേവനാണോ ദേഹത്തിന്? വേണ്ട, ആലിപ്പറമ്പി പരമേശ്വരോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗ നളനാ പരമേശ്വരൻ. വിട്ടിത്തം പറയല്ലേ ശ്രീധര. വാസുദേവന്റെ 7 അയലക്കത്ത് വരുമോ ഈ പരമേശ്വരൻ? അയാളുടെ കാളം നീ കൂട്ടിണ്ടോ? പരമേശ്വരന്റെ പാലനേട്ട കുടിച്ചിട്ടുണ്ടോ? അമ്മേ, സദ്യ കേമാവണമെങ്കിൽ പരമേശ്വരൻ തന്നെ വേണം. പപ്പണം കാച്ചാൻ അറിയാം. അവനെയൊക്കെ ദഹനത്തിന് വിളിച്ചാലോ? അയാളെ വേണേ കല്യാണത്തിന് ക്ഷണിക്കാം. ഒന്ന് മിണ്ടാണ്ടിരിക്കുക രണ്ടുപേരും. ഈ പറഞ്ഞ 2 ആളും വേണ്ട. പാലക്കാട്ടുനിന്ന് നാരായണസ്വാമിയെ വിളിക്കാം. കെങ്കേമനാ. അച്ചമ്മേ, ഏൽപ്പിക്കാൻ വരട്ടെ. എന്താ നാരായണസ്വാമി പോരാന്നുണ്ടോ നിനക്ക്? അതൊന്നുമല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ ഈ ഒരു കൂട്ടലൊക്കെ. ബാല, നിനക്കെന്താ ഒരു മാറ്റം? എനിക്കെന്തോ ഒരു പൊരുത്തക്കേട് തോന്നുന്നു. ഒരു പൊരുത്തക്കേടുമില്ല. സമസപ്തമായ ജാതക പൊരുത്താന്നല്ലേ പണിക്കര് പറഞ്ഞത്? പണിക്കര് പറഞ്ഞ പലതും വിപരീതമായിട്ടില്ലേ? വേണ്ടമ്മേ, ഈ കല്യാണം വേണ്ട. പാല, നാളെ ക്ഷണക്കത്ത് അച്ചടിക്കാൻ കൊടുക്കുക. ക്ഷണക്കത്തിന്റെ കാര്യമില്ല, നാട് മുഴുവൻ ഞാൻ അറിയിച്ചു കഴിഞ്ഞു. എന്തായാലും ശരി, എനിക്ക് സമ്മതമല്ല. അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റില്ല. നീ കൂടെ സമ്മതിച്ചിട്ടല്ലേ? എന്നിട്ടെന്താ ഇപ്പൊ ഒരു ഇഷ്ടക്കുറവ്? എന്നോടൊന്നും ചോദിക്കരുത്. നമുക്ക് സാവകാശത്തിൽ വേറൊരു പെണ്ണ് ആലോചിക്കാം. ലേഖയ്ക്ക് എന്താ കുഴപ്പം? എന്താ ബാല ഇപ്പൊ ഇങ്ങനെ തോന്നാൻ? നിന്റെ മനസ്സിൽ വേറെ വല്ലവരുണ്ടോ? അങ്ങനെ വല്ലവരുണ്ടെങ്കിലേ അത് ഇവിടെ നടക്കില്ല. അമ്മേ, പിന്നെന്താണ്? അവൾ എന്റെ ഏട്ടന്റെ മോളായതുകൊണ്ട് തറവാട്ടുകാരല്ലെന്ന് തോന്നലുണ്ടോ നിനക്ക്? അവള് മോഡലിങ്ങിന് പോണുണ്ടാ? അതൊന്നും ഇക്കാലത്ത് അത്ര വലിയ തെറ്റൊന്നുമല്ല. നല്ല കുട്ടിയാ ലേഖ. എനിക്കിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ലേഖയ്ക്ക് നിന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? ഏയ്, വലിയ ഇഷ്ടമായി. ഇഷ്ടപ്പെടാത്തത് എനിക്കാ. പാല, നീ ഇത്രത്തോളം ആയില്ലേ? അച്ഛമ്മേ, ഞാൻ വേണ്ട. അച്ഛമ്മ ഉറപ്പിച്ചത് നിനക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ആയിക്കോളൂ. ഞാൻ ഇനി ജലപാനം കഴിക്കില്ല, തീർച്ച.
അമ്മയെങ്കിലും ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട. അച്ഛമ്മേ, എഴുന്നേൽക്കച്ചമ്മേ. ഊണ് കഴിക്കാൻ വരൂ അച്ഛമ്മേ. അച്ഛമ്മ കഴിച്ചില്ലെങ്കിൽ ഇവിടെ ആരും ഒന്നും കഴിക്കില്ല. അച്ഛമ്മയുടെ ബാലനല്ലേ വിളിക്കുന്നത്, വരില്ലേ? ഇന്നുവരെ അച്ഛമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല. അച്ഛമ്മ എന്നോട് മിണ്ടില്ലേ?